ഹലോ. ഓക്കെ, വെൽക്കം ടു മൈക്ക് ചെക്ക് പോഡ്കാസ്റ്റ്. മൈക്ക് ചെക്ക് പോഡ്കാസ്റ്റ്. അതെ, ആ പേര് ആരും ഇട്ടിട്ടില്ലല്ലോ. ഇല്ലില്ല, എന്നാ അത് നമുക്ക് അറിയില്ല. നമ്മള് ഇന്നത്തെ ഇതിന്റെ പേര് ഇതാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മള് പേര് മാറ്റിയേക്കാം. ബ്രാൻഡ് തന്നെ മാറ്റുന്ന എപ്പിസോഡുകളാണ്. അത്രയും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ജീവിതം തന്നെ. ആദ്യത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എന്തിനെ കുറിച്ചായിരിക്കും അത് പറയാം. അതാണ് ഞാൻ മലയാളം അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുമ്പോൾ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അവർ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇതിങ്ങനെ പറയുന്നു, നമുക്ക് അങ്ങനെ മാനിഫെസ്റ്റോ ഒന്നുമില്ല. ഇല്ലില്ല. അപ്പം ഞാനത് സ്കിപ്പ് ചെയ്യണോ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവർ ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുന്നത് നിർത്തി നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യണ്ട. ഓ വാവ്, മാർവലസ്. അല്ല, ഇതിൽ എന്താ നമ്മൾ സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നത് പെറ്റ്സിനെ കുറിച്ചാണ്. പെറ്റ്സിനെ അങ്ങനെ ഓൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പെറ്റ്സിനെ വളർത്തിയിട്ടില്ലാത്ത ആളുകളെന്നുള്ള നിലക്ക് നിങ്ങളെന്തെങ്കിലും പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് പെറ്റ്സുമായിട്ട് വേറൊരു ഇടപാടും ഉണ്ടായിട്ടില്ല. ഇല്ല. അതാണെങ്കിൽ ഞാൻ 2 മാസം വളർത്തി. എനിക്കതിൻ്റെ വെള്ളം മാറ്റി മടുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയി കിണറ്റിൽ ഒഴിക്കുന്നു. പിന്നെ മൂട് പോകുമ്പോൾ പിന്നെ പോയി വാങ്ങിക്കൊണ്ട് തോട്ടിലൊഴിച്ചൂടെ? കിണറ്റിൽ നമ്മുടെ നാട്ടിലെ കിണറ്റിൽ വെള്ളം അത്ര നല്ലതല്ല. അതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ അത് മേലെ വന്ന് പൊങ്ങി കണ്ണു തുറന്നിരിക്കാറുണ്ട്. അടിപൊളി. ഇപ്പൊ പ്രധാനമായിട്ട് നടക്കുന്നത് ഇത് കുടിക്കലാന്ന് തോന്നല്ലേ? അതെ അതെ. അപ്പം മൃഗങ്ങളുമായിട്ടുള്ള എൻഗേജ്മെന്റ് അതെ വളരെ എന്നെ സംബന്ധിച്ച് തീരെ കുറവായിരുന്നു. അങ്ങനെയാണ് മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിട്ടുള്ള മൃഗം ചിലപ്പോൾ കൊതുകായിരിക്കും. അതല്ലാതെ പെറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഒരു മൃഗമാണോ? അല്ലല്ലോ. മനുഷ്യനാണോ? മനുഷ്യനല്ലാത്തതൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. സിഗ്മണ്ട് ഫ്രോയിഡ് എന്തെല്ലാം ആവട്ടെ. അപ്പം ഇത് പെറ്റ്, ഞാനൊരു പെറ്റിനെ വളർത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിനെ വളർത്തിയിട്ടുണ്ട്. എന്ത് മീൻ. ഇതുപോലെ തന്നെ വീട്ടിൽ പുതിയ വീട് പണിതപ്പം അക്വേറിയം ഉണ്ടായിരുന്നു. അക്വേറിയത്തിൽ വളർത്തിയിരുന്നു. പക്ഷെ അത് ഞാൻ വളർത്തിയത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നോക്കിയിരുന്ന ഒരു പരിപാടി. അതും അതിനെ വളർത്തുക എന്നുള്ള നിലക്ക് നോക്കിയതുമല്ല. എന്ത്, ഒരു അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതങ്ങനെ ഒരു ജസ്റ്റ് ഫോർ ദ ഒപ്റ്റിക്സ് എന്നുള്ള നിലക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് എന്താ വെച്ചാൽ അത് എന്താ മതിലിനോട് ഇങ്ങനെ മതിലിൽ വീടിൻ്റെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഓഡിയോ പോഡ്കാസ്റ്റ് ആണ്. എന്നാൽ ഓക്കെ. ഇങ്ങനെ മതിലിലേക്ക് ചേർത്തിട്ട് പണിതിട്ടുള്ള അക്വേറിയാണ്. അപ്പം അതിൽ നിന്ന് എല്ലാ സമയത്തും അക്വേറിയം എല്ലാം പുറത്തെടുത്ത് അതിനകത്തുനിന്ന് വെള്ളം മാറ്റി മണൽ മാറ്റി പിന്നെ അത് ക്ലീൻ ആക്കി വീണ്ടും ഇടുക. അതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ ചത്തോ. ഇത് മൊത്തത്തിൽ ഭയങ്കര ചോറയുള്ള പരിപാടി. അത് കാരണം അക്വേറിയം അവിടെ ഇപ്പം ഉണ്ട്. ഇത് വെറും ഗ്ലാസ് മാത്രമായിട്ട്, കാലി ഗ്ലാസ് മാത്രമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതാണ് എൻ്റെ പെറ്റ്സിനെ വളർത്തലിനെ കുറിച്ചുള്ള മൊത്തത്തിൽ. ഉള്ളിൽ ഇപ്പം എന്തൊക്കെ വസ്തുക്കളാണ് കിടക്കുന്നത്? ഒന്നുമില്ല. കാലി. ഇടക്കാലത്ത് ഉമ്മച്ചി അതിനകത്ത് കുറെ പ്ലാസ്റ്റിക് ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ ഭംഗിയാക്കാൻ നോക്കിയിരുന്നു. പക്ഷെ ഒന്നുമില്ല, അതിങ്ങനെ കിടക്കാണ്. പക്ഷേ അപ്പം നമുക്ക് രണ്ടുപേർക്കും ഈ ചെറിയ നിലക്ക് മീനെ വളർത്തിയുള്ള അനുഭവമുള്ളൂ. അതെ, മീനെ വളർത്തി അത്രയും പരിമിതമായ പെറ്റ്സ് വളർത്തൽ അനുഭവമുള്ള ആളുകളാണ് പെറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കോഴി വീട്ടിലേക്ക് ഓടി വരിക. കോഴി പെറ്റാണോ എന്നുള്ളത് മറ്റൊരു ചർച്ച. മുട്ടക്ക് വേണ്ടി വളർത്തുന്നൊരു ജീവിയാണത്. അതേപോലെ പൂച്ച. അപ്പൊ വളർത്തുമൃഗം പെറ്റാണോ? അല്ല, വളർത്തുമൃഗം അല്ലേ പെറ്റ്. പെറ്റെന്ന് വെച്ചാൽ മനുഷ്യന് അതിനോടൊരു അറ്റാച്ച്മെന്റ്, ഒരു സഹജീവി എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കുന്ന ഒന്നാണ് പെറ്റ് എന്ന്. നിന്റെ പെറ്റല്ലേ അവൻ എന്നൊക്കെ മനുഷ്യരെ കുറിച്ച് പെറ്റ് എന്ന് വിളിക്കാറില്ലേ? അപ്പൊ അതേപോലെ പെറ്റ് കോഴി ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ഇപ്പൊ പശു പെറ്റാണോ എന്ന് ചോദിക്കണ മാതിരി പശു പാലിനും ഇതിനൊക്കെ വേണ്ടിയല്ലേ വളർത്തുന്നത്. അതേസമയം പൂച്ച, പട്ടി ഈ സാധനങ്ങളൊക്കെ ചിലര് പട്ടീനെ കാവലായിട്ട് വളർത്തുന്നുണ്ട്. അല്ലാതെ ഒരു കൂട്ട് എന്നുള്ള നിലക്ക് താലോലിക്കാനും അല്ലെങ്കിൽ ഓമനിക്കാനും ഒക്കെ ഒരു ജീവനുള്ളൊരു സാധനം എന്നുള്ളതാണ് പെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള അപ്പുറത്തെ വീട്ടിലെ പൂച്ചയൊക്കെ നമ്മുടെ വീട്ടിൽ മീൻ മുറിക്കുമ്പോൾ വരുമ്പോൾ അതിനെ ഓടിച്ച് വിടുക, കോഴി അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിനെ ഓടിച്ച് വിടുക, അങ്ങനെ ഓടിച്ച് വിടപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് പെറ്റിൻ്റെ ഒരു എപ്പോഴും ആന്റഗോണിസ്റ്റാണ്. അതെ അതെ അതെ. ഒരു താറാവ് ഉണ്ടായിരുന്നു, ഓടിച്ചിട്ട് കൊത്തുന്നൊരു താറാവ് ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ. അതേപോലെ ഒരു ആട്, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ആട്. അങ്ങനെ ആട് പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് അതൊരു പെറ്റാണ്, യൂട്ടിലിറ്റി മാത്രമല്ല. അതെ, ആടിനൊരു ഓമനത്തുണ്ട്. അതെ അതെ അതെ. നമ്മുടെ മൊറാലിറ്റി ഭയങ്കര എസ്തെറ്റിക്കലി അങ്ങനെ ഒരു നീഷന്റെ ഒരു സാധനമല്ലേ. അതായത് നിങ്ങളുടെ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എസ്തെറ്റിക്സിന്റെ ബേസിലാണ് എന്നുള്ള. അതായത് ബട്ടർഫ്ലൈയെ കൊന്നാൽ അതെന്താണ് മോശമാണ്, എന്നാൽ കൊതുകിനെ കൊല്ലുന്നത് അടിച്ചു കൊല്ലുമ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളെ മൊറാലിറ്റി എന്ന് പറയുന്നത് എസ്തെറ്റിക്സുമായി ഭയങ്കര ബന്ധമുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നല്ലേ. അപ്പം അതേപോലെ അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ എന്തിനാണ് പെറ്റായിട്ട് കാണുന്നത്, എന്തിനാണ് വെറും ഒരു വളർത്തുമൃഗം ആയിട്ട് കാണുന്നത്. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസും പെറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രാവിനെ വളർത്തുന്ന ഒരാൾ, എന്നാലൊരു പ്രാവ് കർഷകൻ എന്ന് പറയാൻ പറ്റുമോ? അതായത് കുറെ പ്രാവിനെ വിൽക്കാൻ വേണ്ടി വളർത്തുന്നതിന് എന്താ പറയാ പറ്റുക, പ്രാവ് കർഷകരാണോ? അപ്പോൾ അവർക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുമ്പോൾ അതിൽ ഇവർ എന്താ ഒരർത്ഥത്തിൽ ഈ വിൽപ്പനയ്ക്ക് വേണ്ടി വളർത്തുക എന്നുള്ളതിനെ എങ്ങനെയാണ് കാണുക എന്നുള്ളതുണ്ടല്ലോ. അതുപോലെ തന്നെ പെറ്റിനെ വിൽക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. അങ്ങനെ പലതും ഇതിൽ ചർച്ച ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. പെറ്റിനെ വിൽക്കുന്ന പോലെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നതാണ് മറ്റേ ഹാഷിറിൻ്റെ ഒരു വ്ളോഗിൽ ഇവൻ്റെ കാറ് ഇവന് കൊടുക്കും, അലന് വിൽക്കുന്നത്. എന്നിട്ട് ഇവൻ കാറ് കഴുകുമ്പോഴും ഇവൻ ഓടിച്ചു പോകുമ്പോഴൊക്കെ ഇവനൊരു ഗോസ്റ്റിനെ പോലെ ചുറ്റുമുണ്ട്, നോക്കിയേക്കണേടാ പറഞ്ഞിട്ട്. അറ്റാച്ച്മെന്റ് ഇപ്പൊ പെറ്റിന് വിൽക്കുമ്പോൾ മാത്രമല്ല, മനുഷ്യന്റെ മെറ്റീരിയൽസ് സാധനങ്ങൾ വിൽക്കുമ്പോഴും മനുഷ്യനൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, ജീവൻ ഉണ്ടായാലും ഇല്ലെങ്കിലും. അതെ, ഈ സിനിമകളിൽ കണ്ടിട്ടേ ഉള്ളൂ ഇതേപോലെ പട്ടി മരിക്കുമ്പോൾ ഒരുപാട് കാലം ദുഃഖമാചരിക്കുന്ന ആളുകൾ, കരയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പൂച്ച അതിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉള്ള. എനിക്ക് നമ്മൾ ജർമ്മനീൻ്റെ കാര്യം പറഞ്ഞു വന്നത് പെറ്റുകൾ അല്ലെങ്കിൽ പട്ടി പൂച്ച സ്പെസിഫിക്കലി ഇവരോടുള്ള ഒരു അടുത്തിടപഴകുന്ന ജീവിതം ഇവിടെ വന്നിട്ട് അനുഭവിച്ചു. അതെ, എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ വേണമെങ്കിൽ ഒരു പട്ടി അനുഭവം നമുക്ക് പട്ടി അനുഭവം എനിക്ക് ഒന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ പാറപ്പുറത്ത് എന്താ വെച്ചാൽ, പാറപ്പുറം എന്ന് പറയുന്ന ഒരു മുസ്ലിം നായന്മാർ നിൽക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ഏരിയയാണ് നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റി. അവിടെ ഒരാളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, റഫീഖ് എന്ന് പറഞ്ഞ റാഫി കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട്, മറ്റേ ഇതിൻ്റെ ആളാ, ഏത് ഹദീസ് നിഷേധം, ഏത് മറ്റേ ആളില്ലേ, മനസ്സിലായി, നമ്മളെ ചേകന്നൂർ മൗലവിൻ്റെ കൂട്ടാണ്. അപ്പോൾ പുള്ളി പുതിയ വീട് പണിതതിന് ശേഷം അവിടേക്ക് ഒരു പട്ടീനെ വാങ്ങി. അപ്പം ഞാൻ ഈ പട്ടീനെ വാങ്ങുന്ന കേസ് നേരത്തെയും പോലെ ചേകന്നൂർ അനുഭാവികളുടെ അടുത്തൊന്നും കേട്ടിട്ടുണ്ട്, അല്ല അവരുടെ വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മറ്റേ ഇയാളില്ലേ ഷെഫീഖ്, ഡൽഹിയിലുള്ള എഴുത്തൊക്കെ ചെയ്യും, ഇൻസ്റ്റാഗ്രാം. പുള്ളിയുടെ വാപ്പ ചേകന്നൂർ മൗലവിൻ്റെ കൂട്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലും ഇതുപോലെ പട്ടി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫിക്കി ചർച്ചയൊന്നുമില്ല, എന്നാലും പൊതുവിൽ നമ്മൾ പട്ടികളെ അങ്ങനെ അടുപ്പിക്കാറില്ലല്ലോ, നായ്ക്കളെ വീട്ടിലേക്ക് അടുപ്പിക്കാറില്ലല്ലോ. അപ്പം ഈ പുള്ളി പട്ടീനെ വീട്ടിൽ വാങ്ങുകയും ചെയ്യും, അതിനെങ്ങനെ നടത്തിക്കാനും കൊണ്ടുപോകും. അപ്പം അതൊരു മുസ്ലിം ലൊക്കാലിറ്റീൻ്റെ ഉള്ളിൽ വേറൊരു കമ്മ്യൂണിറ്റിയോട് എതിരിട്ട് നിൽക്കുന്ന ഒരാൾ, എന്നാൽ അയാൾ മുസ്ലിം ആണ് താനും എന്നുള്ള നിലക്കുള്ള ഒരാൾ പട്ടീനെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു പെക്യുലിയാരിറ്റി ഉണ്ടല്ലോ. അത് ഞാൻ
ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് കാലം മുന്നെയാണ്, ഒരു 2-3 വർഷം മുന്നെയാന്ന് തോന്നുന്നു. അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യമായിട്ട് ഉള്ളൊരു പട്ടി. അതിന് മുന്നേ അതിന് ശേഷം വേറെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു റമദാന് ഞാൻ നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്. അപ്പം വാപ്പാക്കൊരു പരിപാടി ഉണ്ട്, എന്ത് നോമ്പ് അവസാനത്തെ ഒക്കെ ആകുമ്പോൾ വാപ്പാൻ്റെ സുഹൃത്തുക്കളും ഓഫീസർമാരായിട്ടുള്ള ആളുകൾ, ഈ ഇൻകം ടാക്സ് ഓഫീസിലൊക്കെ ഉള്ള ആളുകളൊക്കെ പെരുമ്പാറുള്ളവർക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. തരിക്കഞ്ഞി കൊടുക്കും, ഒരു ജസ്റ്റർ പോലെ, നല്ലൊരു ജസ്റ്റർ പോലെ. അങ്ങനെ എന്നെ ഒരു ദിവസം വിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ വിട്ട്. ഏതോ ഇൻകം ടാക്സിൽ നിന്ന് എങ്ങാണ്ട് റിട്ടയർ ആയ ഒരു ഓഫീസറാണ് അച്ചായൻ. പുള്ളീൻ്റെ വീട്ടിലേക്ക് വല്ലം കഴിഞ്ഞിങ്ങനെ പോയി. ഞാൻ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പട്ടി കൊണ്ട് സൂക്ഷിക്കാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ടിലൊന്നും കാണല്ല. അപ്പം ഞാനങ്ങോട്ട് കയറി. ഞാൻ ബെല്ലടിക്കണമല്ലോ, വീട്ടിൽ ബെല്ലടിക്കണമെങ്കിൽ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി കോമ്പൗണ്ടിൽ കയറിയാണ് ബെല്ലടിക്കാൻ പറ്റുള്ളൂ. കയറി ഞാൻ ബെല്ലടിച്ചപ്പോൾ തന്നെ ഞാൻ ഒന്നും കുരയൊന്നുമല്ല, ഈ പട്ടീൻ്റെ നായ്ക്കളുടെ കാലിൻ്റെ നഖം ഇങ്ങനെ കോൺക്രീറ്റിൽ ഇങ്ങനെ ഓടി വരുമ്പോഴുള്ള ശബ്ദമല്ലേ, അതിങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരാൾ വിളിച്ചും പറയുന്നുണ്ട്, വേഗം ഉള്ളിൽ കയറിക്കോ എന്നാ പറയുന്നത്, വീടിൻ്റെ ഉള്ളിൽ കയറാൻ. എനിക്ക് ആകെ കൺഫ്യൂഷനായി, ഡോറ് തുറക്കാതെ കയറാൻ പറ്റില്ലല്ലോ പണ്ട. അപ്പൊ ഇങ്ങനെ ഉണ്ട്, ഇടതുവശത്ത് ഇങ്ങനെ പട്ടി വരുന്നു, ബാക്കിൽ നിന്ന് ഇടത് സൈഡിൽ കൂടെ ഇങ്ങനെ പട്ടി ഇങ്ങനെ വരുന്നു വീടിന്റെ ഫ്രണ്ടിൽ. ഞാൻ എന്നോട് ഉറക്കെ വിളിച്ചു പറയാ, കാരണം പട്ടി വരും, പട്ടി വന്നാൽ കടിച്ചു നിർത്തും, അതാണ് സീൻ. ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ ഡോറ് തള്ളി തുറന്ന് കേറിയിട്ട് എന്നെ എന്തോ ചെയ്ത്, ഒന്നും അങ്ങനെ പാടൊന്നും പറ്റിയ, പക്ഷെ ഡ്രസ്സിൽ തൊട്ട് പട്ടി. എന്നിട്ട് എനിക്കാണെങ്കിൽ നോമ്പും. എന്നിട്ട് എനിക്കതൊക്കെ എന്തോ പോലെ ഞാൻ സാധനം. എന്നിട്ട് ഇങ്ങനെ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പട്ടി ഇങ്ങനെ കാലും കൊണ്ട് വന്ന്, എന്നിട്ട് വാലടച്ചപ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് പുള്ളിയുടെ മോളും വന്ന്. എന്നിട്ട് പിന്നെ പട്ടീനെ പുള്ളി കൊണ്ടുപോയി കെട്ടി, പുള്ളി കയറ്റി. എന്നിട്ട് പുള്ളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് അതാ ആദ്യം തന്നെ പറഞ്ഞു ഓടിച്ചാടി വീട്ടിൽ കയറാൻ. ഞാൻ ഇങ്ങനെ വീട്ടിൽ കയറാൻ ഒരാളുടെ വീട് വാലുറക്കാതെ കയറാൻ പറ്റും. അത് ഭയങ്കര സീനായിരുന്നു. അതായിരുന്നു എനിക്ക് പട്ടീൻ്റെ അക്രമം ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥ മാത്രമല്ല. അല്ലാതെ അങ്ങനെ എന്നെ റോഡിൽ വെച്ച് പട്ടി ഓടിച്ചിട്ടുണ്ട്, കടിക്കും. ഇപ്പോൾ വീബിൻ്റെ ഫ്രണ്ടിലുള്ള പട്ടികൾ ഒരു പ്രത്യേക വിഭാഗമാണല്ലോ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? വീബിൻ്റെ ഫ്രണ്ടിൽ പട്ടികളുണ്ട്. വിദ്യാർത്ഥി ഭവൻ്റെ UKS റോഡിൽ കുറേ പട്ടികളുണ്ട്. അത് വേറെ ഒരു കഥയാണ്. ഇതിപ്പോൾ പട്ടി പോഡ്കാസ്റ്റ് ആവുമോ പെറ്റ് പോഡ്കാസ്റ്റ് ആവുമെന്നുള്ള സംശയം. എന്നാലും പറയാം. വിവിൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട് UK ശങ്കുണ്ണി റോഡിൽ ഒരു ടെറിട്ടറീൻ്റെ ഒരു അതിര് കൂടിയാണത്. അതായത് ഒരു ടെറിട്ടറി ഉണ്ട്, കുറച്ച് പട്ടികൾക്ക് അപ്പുറത്ത് ടെറിട്ടറി ഉണ്ട്. തെരുവ് നായ്ക്കളുടെ തമ്മിലുള്ള ടെറിട്ടറി അതിര് തർക്കങ്ങളുണ്ടല്ലോ, ഇവർ കുരച്ചാണല്ലോ തീർക്കുക. ഇവർ കുരയ്ക്കുന്ന മൊത്തം പണ്ടാരം വിവിൻ്റെ ഫ്രണ്ടിലിരുന്ന രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റൂല. നമ്മളവിടെ തനിച്ചേൻ്റെ കോഴ്സ് ചെയ്യുന്ന സമയത്തൊന്നും നിൽക്കുമ്പോഴേ നല്ല കോരയായിരിക്കും. എൻ്റെ പൊന്നോ, അതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും ബസ് ഇറങ്ങിയോ ട്രെയിൻ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണെങ്കിൽ അടുക്കാൻ പറ്റൂല. നമ്മളത് പേടിച്ചു പോകും. ഇവര് ഇതുവരെ ഓടിച്ചിട്ടുണ്ടാവും ആൾക്കാരെ. അതുപോലെ തന്നെ ഇപ്പോൾ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ, അവരുടെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ബൈക്ക് ഇങ്ങനെ ഒരു മീഡിയം സ്പീഡിൽ പോവുകയാണെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മുടെ പേരൊക്കെ നല്ല കുറച്ചുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് എടുക്കും. അപ്പോൾ പട്ടിയും ഫാസ്റ്റ് വരും, ഇപ്പം കടിക്കുമെന്ന് വരും. പക്ഷെ കടിച്ചിട്ടില്ല. അങ്ങനെയുള്ളതൊക്കെയാണ് പട്ടി അനുഭവങ്ങൾ. നിങ്ങളെ പട്ടി അനുഭവം എന്താ? പട്ടി അനുഭവത്തില് പട്ടി ഓടിച്ചിട്ട് അനുഭവങ്ങൾ 2-3 ഉണ്ട്. അതേപോലെ നാട്ടിൽ പിന്നെ സ്വാഭാവികം നമ്മൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ പട്ടീനെ കണ്ട ഒന്ന് കുനിയുക, കല്ലെടുത്തെറിയുന്ന പോലെ കാണിക്കുക, പട്ടി അപ്പോൾ ഒന്ന് ഞെട്ടുക. ചില പട്ടികൾ ഞെട്ടൂല, അപ്പോൾ നമ്മൾ ശരിക്കും എറിയുക. ചില പട്ടികൾ പ്രതികാരം ചെയ്യുക, ചില പട്ടികൾ മോങ്ങിക്കൊണ്ട് പോവുക. അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് നിരന്തരം നമ്മുടെ സ്കൂൾ ജീവിതത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പട്ടി കടിച്ചിട്ടുണ്ടോ? പട്ടി കടിച്ചിട്ടില്ല. അസുഖറിൽ ഈ ആലുവ, മാറമ്പിള്ളി ഈ ഭാഗത്ത്, ശ്രീമൂലനഗര, ഈ പെരിയാറ് ഒഴുകുണ്ടല്ലോ, അതായത് ഇപ്പുറത്ത് ഈ ചാലക്കലും അക്കരെ ശ്രീമൂലനഗരമാണ്. അപ്പോൾ ഈ 5 രൂപക്ക് തോണിയിൽ കയറിയിട്ട് നമുക്ക് ശ്രീമൂലനഗരത്ത് പോകാൻ പറ്റും. ഇപ്പോൾ ആ തോണി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചാലക്കല ആ കടവിൽ നിന്ന് ഞാൻ ഒറ്റക്ക് വെറുതെ ഒരു തോണി യാത്ര എന്നുള്ളതിനൊക്കെ വൈകുന്നേരം ഒരു 2 മണിക്കൂർ നമുക്ക്
ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ തോണിയാത്ര നടത്താൻ വേണ്ടിയിട്ട് ഞാൻ 5 രൂപയും കൊടുത്ത് കടവിൽ കയറി ശ്രീമൂലകരത്തിൽ ഒന്ന് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ പോണത്. ഇവരെന്ന് അറിയില്ല അപ്പം മറ്റേ ഷറഫൊക്കെ ജൂനിയറായിട്ട് വന്നതാണ്, ഇത് അതിന് മുമ്പാ. അപ്പോൾ അവിടെ ചെന്ന് അത് ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു, ഈ കടവ് ചെന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലം. അവിടെ എന്തോ ഒരു ഫാക്ടറി, എന്തോ ഒരു കമ്പനി പോലെ ഉണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ മതിൽക്കെട്ടും കുറേ പിന്നെ പുല്ല് പിടിച്ച കുറേ സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കമ്പനീൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ എന്തെങ്കിലും എത്തി നോക്കാൻ പറ്റുമോ, ഈ ഒരു നാടിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആ കമ്പനീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറി. അപ്പോൾ നോക്കുമ്പോൾ ഈ ടോമാഞ്ചറിയിൽ ആ പട്ടിയില്ലേ, ആ ഭയങ്കര തടിയുള്ള, മുഖത്തിനൊക്കെ ഭയങ്കര തടിയുള്ള, അതിൻ്റെ പേരെന്താന്ന് അറിയില്ല. ഡോബർമാൻ. ആ സാധനം ഇങ്ങനെ മുരണ്ടിട്ട് ഇങ്ങനെ നിക്കണ്. എൻ്റെ അതിന് കെട്ടിയിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ അതിനൊരു എന്തോ ഒരു കെട്ടുണ്ട്. പക്ഷെ ആ കെട്ടൊന്നും കാണാനോ ഞാൻ കംപ്ലീറ്റ് അപ്പോൾ ബ്ലറായി ഈ സാധനത്തിനെ കണ്ട് അതിങ്ങനെ മുരണ്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ. ആ ഡോബർമാൻ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണല്ലേ. ആ കണ്ട ഉടനെ വിട്ടടിച്ച് വന്ന വഴി അവിടെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, ആ വഴി അങ്ങോട്ട് ഓടി, എന്തൊക്കെയോ ചാടി, ഒരു മതിലൊക്കെ ഉണ്ട് അതൊക്കെ ചാടി, ഏതോ വെപ്രാളപ്പെട്ട് ഓടി. എനിക്ക് തോന്നുന്നു അത് കുരക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് ഓടാൻ പറ്റിയ അതിന്റെ പുറകെ ഓടിയോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് പ്രഷറൊക്കെ കൂടി എവിടെ എത്തി, പിന്നെ അടുത്ത തോണി വരണവരെ എവിടെ പുല്ലിലൊക്കെ ഒളിച്ചിരുന്നിട്ട് അടുത്ത തോണി വന്നപ്പോ കയറി അപ്പുറത്തെത്തി. അത് ഒരു പട്ടി ഓടിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇസ്താംബൂളിൽ ഇതേമാതിരി ഒറ്റയ്ക്ക് ഒരു ദിവസം നിന്നും ഇസ്താംബൂളിലേക്കുള്ള ഒരു ചാട്ടം. ഈ ഷിലെ ഹാജിലിക്കോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കുറച്ച് ബീച്ചും, അതായത് ഷീലെ, അതായത് ആവാ ഷീല എന്ന് പറയണത് ഇസ്താംബൂളിന്റെ ഔട്ടറില് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ്, റിയുവ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അപ്പൊ അവിടേക്ക് നമുക്കൊരു 1.5 മണിക്കൂർ ബസ് യാത്ര നടത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റും. അത് ഇതിന്റെ മുനിസിപ്പാലിറ്റി ഒക്കെ പുറത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വെറുതെ ഒരു ദിവസം ഞാൻ സൈറ്റ് സീയിങ്ങിന് വേണ്ടി അവിടെ പോയതാണ്. ആരുമില്ല, കാരണം തണുപ്പ് കാലമാണ്, ബീച്ചിലൊന്നും ആരും പോവില്ല. അപ്പം അങ്ങനെ പോയി ആ ബീച്ചിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ആ ബീച്ചിൻ്റെ അവിടെ നിന്നൊരു കയറ്റം കയറി. അങ്ങനെ കയറുമ്പോൾ ഒരു ടെറിട്ടറി, ഒരു ബിൽഡിങ് ടെറിട്ടറി, എന്തിൻ്റെയൊക്കെയോ ബിൽഡിങ്ങാണ്. ഞാൻ അതും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് ആ അറ്റത്ത് 2 പട്ടി നിൽക്കുന്നുണ്ട്. ഒരു 200 മീറ്റർ അപ്പുറത്ത് ആ ടെറിട്ടറി കാവൽ നിൽക്കുന്ന 2 പട്ടികളാണ്. ഞാൻ ഈ പട്ടികളെ പുറകെ നിന്ന് ഇങ്ങനെ കണ്ടു, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഇത് ഞാൻ ബാക്കിലാണ്, അവരറ്റത്തും. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ് എനിക്ക് മനസ്സിലായി, കാരണം ഇവിടെ ആരുമില്ല, ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടികളും ആയിരിക്കും. അപ്പോൾ ഇവര് ഒരാള് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞു എന്നെ കണ്ടു. പിന്നെ അടുത്ത് എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മണത്തറിയുന്ന ആൾക്കാരാണ്. ഇയാൾ മറ്റേ ആളെ വിവരം അറിയിച്ചു. ഇവർ 2 പേരും കൂടി കുരച്ചോണ്ട് ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. ഉള്ള ജീവനം കൊണ്ട് ആ ഈ ഒരു ഇറക്കമാണ്, ആ ഇറക്കമൊക്കെ ചാടി ഇറങ്ങി അവിടെ എന്താണ് കൈയടിച്ച് വീണു, കൈയൊന്ന് പൊട്ടി. അങ്ങനെ ഓടി ബീച്ചിലേക്കൊക്കെ ഓടിച്ചെന്ന് കതച്ചൊരു വിധമായി. അവസാനം പട്ടികള് എൻ്റെ ഓട്ടം കണ്ടിട്ട് ഇവനിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവിടെ ഓട്ടം നിർത്തിയിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ പക്ഷേ ആ ബീച്ചിലെത്തി കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടി. അവിടെ കുറച്ച് വയസ്സായ ഒരാള് അവിടെ വേറെ ആരും കാണുന്നില്ല, ബാൻഡേജ് ഉണ്ടോന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ അടുത്തൊക്കെ ചെന്നു. ഏതോ ഭാഷയിൽ എന്തൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള 2 പട്ടി ഓടിച്ചിടൽ, ബ്ലഡ് പ്രഷർ, രക്തയോട്ട അനുഭവങ്ങൾ കടിച്ചിട്ടില്ല. ഒന്ന് ശ്രീമൂലകരത്തും ഒന്ന് ഇസ്താംബൂളും. അങ്ങനെ ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ടോ? ജർമ്മനിയിൽ നമ്മള് ഡെലിവറി ജോലി ആയിരുന്നല്ലോ, ഫുഡ് ഡെലിവറി. വീടിൻ്റെ അകത്ത് പട്ടിയുണ്ടോ, ഈ ബെല്ലടിക്കുമ്പോൾ തന്നെ പട്ടി അടിക്കാതെ കുരക്കണേ. അപ്പൊ ഇത് ഇവര് വാക്കിന് ഇറക്കുന്ന സമയമായിരുന്നു ഞാൻ ഫുഡ് കൊടുക്കാൻ ചെല്ലുമ്പോൾ. അപ്പൊ ഈ വാക്കിന് ഇറക്കുമ്പോൾ പട്ടിക്ക് വേറെ ബന്ധനങ്ങളൊന്നുമില്ല. അപ്പൊ പട്ടി ഓടി ആദ്യം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെപ്പ് ഫുള്ള് കൂടനായതുകൊണ്ട് നമുക്കെല്ലാം കേൾക്കാം. അങ്ങനെ ഒരു സാധനം ഭയങ്കര സ്പീഡിൽ താഴേക്ക് പറ്റിയിട്ട് താഴെ അടുത്ത് ഇങ്ങനെ എത്തിയപ്പോഴേക്കും ഞാൻ കിടന്ന് ഒരച്ചങ്ങ് എടുത്തു. ആ അപ്പാർട്ട്മെന്റ് അങ്ങോട്ട് വിറച്ചു എൻ്റെ ഒച്ച കേട്ടിട്ട്. അതിൻ്റെ പിന്നാലെ കൊണ്ട് ഉടമസ്ഥൻ വരുന്നുണ്ട്. പുള്ളി ആകെ ഞെട്ടിയിട്ട് എൻ്റെ ഒച്ച കേട്ട് ആ പട്ടി പേടിച്ചൊരു ഓരം ചേർന്ന് നിൽക്കുന്നു. വിറച്ച് ആ പട്ടി ആകെ പേടിച്ചില്ലാണ്ടായി പോയി. അത് ഇയാളെന്നോട് ചോദിച്ചു, നീയാണോ ഒച്ച എടുത്തത്?
സംഭവം എനിക്ക് ഇയാൾ ചോദിക്കണൊക്കെ മനസ്സിലായി, ജർമ്മനിലാണെങ്കിലും. എനിക്ക് ജർമ്മൻ അറിയില്ല എന്നുള്ള ഇതിൽ ഞാൻ അതും ഇതൊക്കെ ആങ്ങൊക്കെ കാണിച്ചിങ്ങനെ ആ ഫുഡും കൊടുത്തിങ്ങോട്ട് പോകും. എനിക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തവണ പട്ടി എപ്പോഴും ഉണ്ടാവാറുണ്ട് വീടിൻ്റെ ഉള്ളിൽ. ഇവിടെ പട്ടീനെ വീടിൻ്റെ ഉള്ളിൽ വളർത്തുമല്ലോ. അപ്പം വരുമ്പോൾ പട്ടി ഉണ്ടാവും, പക്ഷെ ഓണർ ഉണ്ടാവും. ഓണർ പട്ടീനെ അങ്ങോട്ട് മാറ്റി നിർത്തും, പറഞ്ഞ് മാറ്റി നിർത്തും. അങ്ങനെയാണ് മിക്ക ആൾക്കാരും കാലിന്റെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത്. പക്ഷെ ഒരു തവണ മുൻസിറിൽ ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ നേരത്ത് കുറച്ചിങ്ങനെ ഒരു 3 നില കയറിപ്പോയി മേളിലായിരുന്നു. തുറന്നപ്പം ആദ്യം പട്ടിയാവുന്നു. അതും ക്യൂട്ട് പട്ടി, മറ്റേ ടൈപ്പല്ല, ക്യൂട്ട് പട്ടി. എന്നിട്ട് പക്ഷെ പട്ടിക്ക് എന്താ വെച്ചാൽ എന്നെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം, എൻ്റെ മേത്തേക്ക് കയറണം, അങ്ങനെയുള്ളൊരു വൈബ്. ഞാൻ പറഞ്ഞു സോറി, എനിക്ക് പട്ടീനെ തൊടാൻ പറ്റൂല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓണർ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സാധനം വാങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പട്ടീനെ പറ്റൂല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം അതാണ് ഉള്ളൊരു പട്ടി അനുഭവം. പിന്നെ ഞാൻ ഗോട്ടിങ്ങലിലേക്ക് വന്നു. ഗോട്ടിങ്ങലിലേക്ക് വന്നപ്പോഴാണ് കുറച്ചുകൂടി അടുത്ത് ഇടപഴകുന്നത് പട്ടികളുമായിട്ട്. കാരണം ഞാൻ നിന്നത് ഗോസയിലാണ്, രണ്ടാമത് ഗോസയിലേക്ക് വന്നപ്പോൾ. ആദ്യം സബ്ലെറ്റ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിലായിരുന്നു. ആ ഫ്ലാറ്റിൻ്റെ കഥ നമുക്ക് പിന്നെ പറയാം. അവിടെ മെയിനായിട്ടുള്ളൊരു വേറൊരു കഥാപാത്രമുണ്ട്. പക്ഷേ രണ്ടാമത് വന്നപ്പോൾ അലീനൻ്റെ മറ്റേ താഴെയുള്ള ലിങ്സുണ്ടനിൽ അലീനൻ്റെ പട്ടിയുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. എമ്മയാണോ? എമ്മയല്ല, എന്തില്ലാട്ടെ. അപ്പോൾ അവിടെ ഒരു പട്ടിയുണ്ട്. ആ പട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ മര്യാദയ്ക്ക് ട്രെയിൻ ചെയ്ത് വെച്ചാൽ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ആരും വന്നാലും ഭയങ്കര കുരയാണ്. ഫ്രണ്ടിൽ തന്നെ എത്തിയാലും ആ എൻട്രൻസിൽ എത്തിയാൽ തന്നെ ഭയങ്കര കുരയായിരിക്കും. ഉള്ളിൽ കയറിയാലും കുരയേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പണ്ടത്തെ പഴഞ്ചൊല്ലുണ്ടല്ലോ, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നുള്ള. അവിടെ ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നുള്ളത് ഉള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ പിന്നെ അവിടെ ജീവിച്ചത്. നല്ലോണം കുരയ്ക്കുന്നതുകൊണ്ട് എന്തായാലും കടിക്കാനൊന്നും വഴിയില്ല. പഴഞ്ചൊല്ലിലൊക്കെ ആത്മവിശ്വാസം കണ്ടെത്തുന്ന പ്രത്യേകതരം ഒരു മാനസികാവസ്ഥയാണ് ആ പഴഞ്ചൊല്ല അതിനല്ല ശരിക്കും. എന്തായാലും അങ്ങനെ അവിടെ ഞാൻ ആ ഫ്ലാറ്റിൽ തന്നെ താമസിച്ചു. അതിൻ്റെ ഇടയിൽ പട്ടിയായിട്ട് അടുത്തിടപഴകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെ വലിയ പട്ടിയോട് വലിയ അസ്പർശ്യത അങ്ങനെയല്ല പറയാ, അസ്പർശ്യത തൊട്ടുകൂടായ്മ അങ്ങനെ എനിക്ക് വല്ലാണ്ടില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കേട്ടു ഒരു കോൺസ്പിറസി തിയറി കേട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാറ്റ് പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് പട്ടികളോട് ഭയങ്കര വെറുപ്പായിരുന്നു. അതുകൊണ്ട് ആ നിലക്ക് വന്നിട്ടുള്ള റിവായത്തുകളൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഖേനയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു എന്താ പറയുക, ഡോഗ് ഹേറ്റിംഗ് മെൻറ്റാലിറ്റി കൂടി അതിനകത്ത് ഒരു ഓറൽ ട്രഡീഷൻ, ആ ഒരു ഹദീസ് ട്രഡീഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇതൊക്കെ കേട്ടു. പക്ഷേ അതൊന്നും വെരിഫൈഡ് അല്ല എന്തായാലും. പക്ഷേ വളർത്താം, നായ്ക്കളെ വളർത്താം, വേട്ടയ്ക്കും കാവലിനുമായി നായ്ക്കളെ വളർത്താം എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ട്രഡീഷണൽ ഫിക്കിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ഷാഫി ഫിക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം അത് പിന്നെ നായ്ക്കളെ തൊടുന്നതിന് അവരുടെ മുഖഭാഗത്തുള്ള ഉമിനീരടക്കമുള്ള ആ ഭാഗത്തുള്ളതാണ് പ്രശ്നം. ഹൈജീനിക് റീസൺ കൂടിയാണ്. അപ്പം ജനറലി നായ്ക്കളെ പാറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള നായ്ക്കൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ വളർത്തുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ പുറത്ത് പട്ടികളെ കണ്ടിട്ടില്ല. സ്ട്രേ ഡോഗ്സിനെ കണ്ടിട്ടില്ല. സ്ട്രേ ഡോഗ്സ് ഇല്ലല്ലോ, അല്ലെങ്കിൽ അത് തെരുവ് നായ്ക്കൾ ഇല്ലാത്തൊരു രാജ്യമാണ്. അതെ, ഈ രണ്ട് ഈ എന്താണ് മറ്റേ സിഗ്നൽ ഉണ്ടല്ലോ, പാസിങ് റോഡ് മുറിച്ച് കിടക്കുന്ന സിഗ്നലിൽ 2 പട്ടി അനുഭവമുണ്ട്. അത് പറയാം ഒരു മിനിറ്റ്, ഇത് കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നായ്ക്കളായിട്ട് അടുത്ത് ഇടപഴകുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ആ പട്ടീനെ പാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് ക്ലീൻ ചെയ്യും എന്നാലും. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ പ്രോപ്പർലി വാക്സിനേറ്റഡ് ആണ്. എന്താ ക്ലീൻ ചെയ്യുന്ന മുറക്കെ ക്ലീൻ ചെയ്യുന്ന പെറ്റ്സ് ആണെല്ലാം. ഇപ്പോൾ നായ്ക്കൾ മാത്രമല്ല പൂച്ചകളായാലും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് എൻ്റെ പട്ടി അനുഭവങ്ങൾ. അതെ, ഇയാളുടെ ഇതിൽ 2 മറ്റേ റോഡ്
മുറിച്ചടക്കുന്ന സമയത്തുള്ളൊരു അത് ഒന്ന് ഇസ്താംബൂളിൽ മറ്റേ വാക്കിംഗ് പെഡസ്ട്രിയൻസിന് റെഡ് കത്തി കിടക്കുകയാണ്. അപ്പോൾ വെയിറ്റിംഗ് ആണ് റോഡ് മുറിച്ചടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് മുറിച്ചടക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പച്ച മാറി റെഡായി. അതായത് ആ റോഡ് പകുതി വന്ന് പകുതിയിൽ നിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് എത്തുക. അപ്പോൾ ആ ഫസ്റ്റത്തെ പകുതിയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തേക്ക് പോകാനുള്ളത് റെഡായി. അപ്പോൾ ആ പകുതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നേരെ നോക്കി നിൽക്കുന്നൊരു കുറച്ച് പ്രായമായിട്ടുള്ളൊരു സ്ത്രീ, ഒരു അമ്മൂമ്മ. അവർ ഈ റെഡ് കത്തി ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നിൽക്ക് വരല്ലേ. ആയിക്കോട്ടെ. എന്നോട് ഞാനിവിടെ ആദ്യമായിട്ട് വിദേശിയാണ്, സമ്മതിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത്. എനിക്കിതൊക്കെ ഈ ഒരു നിയമങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടാവില്ലായിരിക്കും. ഇതൊക്കെ കണ്ട് എന്നെ അവിടുത്തെ ഇസ്താംബൂളിലുള്ളൊരു അമ്മൂമ്മ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമെന്ന് പറയുന്നു. ഓക്കെ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ അവിടെ നിന്നു. ഞാൻ നിൽക്കുമല്ലോ. ഓക്കെ, വീണ്ടും എന്നെ നോക്കി ഒരു പറയാണ്, അവിടെ നിൽക്ക്, ഇവിടെ വരരുത്, ഇങ്ങോട്ട് വരരുത്. ഞാനിവിടെ നിൽക്കുകയല്ലേ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചു, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. അവരാണെങ്കിൽ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഞാനിങ്ങോട്ട് ഇപ്പം ചാടും നിൽക്കുന്ന ഒരാളെ പോലെ. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എന്താ അസുഖമുണ്ട് വിചാരിച്ച്. സംഭവം നോക്കുമ്പോൾ ഇത് റെഡൊക്കെ മാറി ഗ്രീൻ കത്തി കഴിഞ്ഞിട്ട് ആണ് ഞാൻ എൻ്റെ താഴേക്ക് നോക്കുന്നത്. നോക്കുമ്പോൾ ഇവരുടെ ഒരു കുഞ്ഞു പട്ടി എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ ഈ പട്ടീനോടാണ് പറയുന്നത് അവിടെ നിൽക്കുക, ഇങ്ങോട്ട് വരല്ലേ. നോക്കുമ്പോൾ ഈ പട്ടി ഈ ഗ്രീൻ കത്തി ഉടനെ പട്ടിക്ക് അറിയാവുന്ന പോലെ പാഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരാ പട്ടീനെ പിടിച്ചേക്ക് പോകുന്നുണ്ട്. ഇവരെന്നെ തിരിഞ്ഞൊന്ന് നോക്കി, അതെനിക്ക് മനസ്സിലായി വേറെ ആരും കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വഴിക്കൊക്കെ പോയി. പിന്നെ പട്ടിയുടെ വില പോലില്ല. അല്ല, പട്ടികളെ ഭയങ്കര ഇവിടെ ഭയങ്കര മനുഷ്യന്മാരെ പോലെയാണല്ലോ കാണാം, ആന്ത്രപ്പോമോർഫൈസേഷൻ. പിന്നെ ജർമ്മനിയിൽ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ റോഡ് കിടക്കാൻ നിൽക്കുന്നു. ഇപ്പുറത്ത് വേറൊരു അമ്മൂമ്മ ഒരു പട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും ഒരു കുഞ്ഞിപ്പട്ടി, ഒരു വെള്ളപ്പട്ടി. എന്നിട്ട് സംഭവം ഞാനും എൻ്റെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെൻ്റെ തൊട്ടടുത്ത് കുറച്ച് ബാക്കിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ റെഡ് മാറി കഴിഞ്ഞിട്ട് ഗ്രീൻ ആയത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇവർക്ക് ഞാൻ മുമ്പിലേക്ക് പോയിട്ട് വേണം ഇവർക്ക് മുമ്പിലേക്ക് പോകാൻ. ഞാൻ ഈ ഫോൺ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇവരെന്നെ ഈ പച്ച കത്തിയ വിവരം അറിയിക്കാൻ സ്വീകരിച്ച മാർഗം ഈ പട്ടീനെ കൊണ്ട് നക്കിക്കുക. ഈ പട്ടി വന്ന് എൻ്റെ കാല് നക്കി. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ ഈ അമ്മൂമ്മനോട് പറയുന്നത് പച്ച കത്തി പോണില്ലേ. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്തൊക്കെയാ അവരോട് പറഞ്ഞു, മലയാളത്തിലാണ് പറഞ്ഞത്. അവർക്കൊന്നും മനസ്സിലായില്ല. അവരെന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വണ്ടി ഓടിച്ചേക്കും പോകും. എന്നാലും വളരെ സ്ട്രേഞ്ച് ആണ്. ഞാനും ഇപ്പം ഒരു സൈഡ് നോട്ടായിട്ട് പറയാം, ഞാനും ഇതുപോലെ അരഗൻ്റായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്താൽ തിരിച്ചങ്ങോട്ട് മലയാളത്തിലാണ് ചീത്ത വിളിക്കുക. ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിച്ച ശീലമാണ്. നല്ല ചീത്ത വിളിക്കുന്നു ആ സമയത്ത്. അതേ വരുള്ളൂ. ഞാൻ പിന്നെ അതിനകത്ത് വലിയ കെയർ ഒന്നും കൊടുക്കാറില്ല. ഞാൻ നല്ല മലയാളത്തിൽ തിരിച്ച് ചീത്ത വിളിക്കും. അവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ല ഉറക്കം ഒരാൾ ഒച്ചത്തിൽ നമുക്ക് അറിയാത്തൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു പകപ്പുണ്ടല്ലോ. അതായത് ഇവിടുത്തെ ജർമ്മൻസ്, നിങ്ങൾക്ക് ജർമ്മൻ അറിയാത്തൊരു സമയത്ത് നിങ്ങളെ നോക്കി നല്ല ചീത്ത പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പകപ്പുണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ ഞാൻ വളരെയധികം ആനന്ദം കണ്ടെത്താറുണ്ട്. അവരിങ്ങനെ പകച്ച് നിൽക്കുമ്പോൾ തിരിഞ്ഞിങ്ങനെ വെട്ടിച്ച് പോരുക എന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഒരു ത്രില്ലാണ്. അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷെ ഈ പെറ്റിൻ്റെ കാര്യം പറയുമ്പോഴേ, നായ്ക്കള് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഇവരെ എന്താ സൂക്ഷിച്ച് വളർത്തുക, ബാക്കിയുള്ളവരുടെ മേത്തേക്ക് കയറാതിരിക്കാന്നൊക്കെ. അപ്പം ഞാൻ എവിടെയോ കേട്ടു, ജർമ്മനിയിൽ നിങ്ങളെ പട്ടി കടിച്ചാൽ ആ ഓണർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫൈന്, ആ ഓണർക്ക് ഫൈൻ ഈടാക്കും. അത് ഏകദേശം ഒരു 3000 യൂറോ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടു. അങ്ങനെ നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ? നക്കിയാൽ കിട്ടൂല, ആക്രമിക്കണം. നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ? വേറെ ആരാണോ? അപ്പം
ഞാൻ അതിങ്ങനെ കേട്ടിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഇതേ ഉള്ളൂ, പഠിച്ചോനെ എവിടുന്നെങ്കിലും ഒരു പട്ടി കടിക്കണേ. പട്ടി കടിക്കാൻ വേണ്ടി കാത്തു നടന്നിട്ടുണ്ട് ഞാൻ, അറിയോ? പാസീവായിട്ട് അഗ്രഷൻ ചെയ്യുക, എന്നിട്ട് പട്ടീനെ കൊണ്ട് കടിപ്പിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പട്ടി കടിച്ച് വാങ്ങിയ അതിനേക്കാണ് 3000 രൂപ വെറുതെ €1,000 3 ലക്ഷം രൂപ. എന്നിട്ട് അപ്പൊ ഞാൻ, പക്ഷേ അത് എത്രത്തോളം പൊട്ടത്തരാണെന്നുള്ളത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഫൈൻ നമുക്കല്ലല്ലോ കിട്ടുക, നമുക്ക് നഷ്ടപരിഹാരമല്ലേ കിട്ടുക, നമുക്കല്ലേ കിട്ടുക. ഇനിയും ആക്റ്റീവായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത്. അതേപോലെ കാറ് ഓടിക്കൊണ്ടിരിക്കും മുമ്പിൽ ചാടുക, അതേപോലുള്ള പരിപാടിയൊക്കെ നോക്കാം. പക്ഷെ അത് കുറച്ച് ലീതലാണല്ലോ, ജീവൻ പോകുന്ന ആക്സിഡന്റുകളൊന്നും പറ്റില്ല. ഇതപ്പോ പട്ടി കടിച്ചാൽ പിന്നെ ഒരു ഇഞ്ചക്ഷൻ, TTന്റെ ഇഞ്ചക്ഷൻ എടുത്താൽ പോരെ. TT അല്ലല്ലോ, റാബീസ്. ഓക്കെ, എന്തായാലും അപ്പോൾ അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പട്ടി കടിക്കാൻ ആഗ്രഹിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മുൻ താമസ സ്ഥലത്തേക്ക് വരാം. കാറ്റ് ഫ്ലാറ്റിൻ്റെ ഒരു തീമുള്ള ഒരു പക്ഷേ ഇത് പോഡ്കാസ്റ്റിൽ കിട്ടൂലല്ലോ, പക്ഷേ ഇങ്ങനെ കാണിക്കാം. കാറ്റ് ഫ്ലാറ്റിൻ്റെ തീമുള്ള ഒരു ക്യാറ്റ് ഇരുന്ന് ബുക്ക് വായിക്കുന്ന ഒരു ടോട്ട് ബാഗാണ്. എന്തായാലും എന്തൊക്കെയാണ് താങ്കളുടെ കാറ്റ് ഫ്ലാറ്റ് അനുഭവങ്ങൾ? കാറ്റ് ഫ്ലാറ്റിൽ ക്യാറ്റ് വരുന്നത് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് മുന്നേ അവിടെ ക്യാറ്റ് ഉണ്ടായിരുന്നല്ലോ, കുറേ ഫോട്ടോ ഉണ്ടല്ലോ. ആ ക്യാറ്റ് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന 3-4 ക്യാറ്റ് ഉണ്ടായില്ലേ? ഒരെണ്ണം തന്നെയാ, പക്ഷെ ഒരു ഫോട്ടോയിൽ കുറേ ക്യാറ്റ് ഉള്ള പോലെ. അവിടെ ഒരു പൂച്ച മുമ്പുണ്ടായിരുന്നു. ആണോ? അത് ആരുടെയാണെന്ന് എനിക്ക് ഓർക്കണല്ലോ. ഓക്കെ. അപ്പോൾ ജോസഫിന്റെ പൂച്ചയാണ് അതിന് ശേഷം വന്നായി. അതെ, നമ്മള് അവിടെ താമസിക്കുമ്പോൾ വന്നൊരു പൂച്ച. ജോസഫിന്റെ കൂട്ടുകാരിക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടീനെ കൊണ്ടുവരാനുള്ള പരിപാടിയായിരുന്നു. പട്ടീന്റെ കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നതുകൊണ്ട് സഫ വളരെ ശക്തമായ പ്രതിരോധം തീർത്തു. അതെ. പിന്നെ അവര് പരമാവധി ശ്രമിച്ചു നോക്കി, ഈ പട്ടി അത്രയും സ്വീറ്റ് ആണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ നമുക്കെന്ത് സ്വീറ്റ്, എല്ലാ പട്ടിയും പട്ടിയാണ്. അവര് പിന്നെ പട്ടിയാണെന്നൊന്നും പറയില്ല, പേരാ പറയാ. അതിന്റെ പേര് റൂബിയ എന്തോ പേരല്ലേ? ലൂസി അല്ലേ, എന്തോ ഒരു പേര്. നമുക്ക് എന്തായാലും പേരുകളൊക്കെ അനോണിമൈസ് ചെയ്യാം. ലൂസി. ശരിയായി, പട്ടിയാണ്. എന്നിട്ട് ലൂസി അടിപൊളിയാണ്, ലൂസിനെ നിനക്ക് ഇഷ്ടപ്പെടും. എനിക്കറിയുണ്ട്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവള് ഇങ്ങനെ ഡിന്നറിന്റെ അവിടെ വന്നിട്ട് സഫയുണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാം. യു നോ വാട്ട്, ലൂസി ഈസ് കമ്മിങ് ടുമോറോ. അവരുടെ ഫ്ലാറ്റിലേക്ക് ഇട്ടാ, താഴത്തെ ഫ്ലാറ്റിലേക്ക്. പക്ഷെ അത് പറയുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറയുമ്പോഴേ അതിനോട് സഫ പ്രതികരിക്കും. അങ്ങനെ പൂച്ച പിന്നെ കുഴപ്പമില്ല, പാവം. പൂച്ചന്റെ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ജൊക്കിയൻ. അത് ഭയങ്കര സുന്ദരൻ, ഭയങ്കര ലക്ഷണമൊത്ത് ആന എന്നൊക്കെ പറഞ്ഞ ലക്ഷണമൊത്ത് പൂച്ച. ഭയങ്കര രസമുള്ളൊരു, ഇവിടെ ഒരു എന്താ പറയാ ടൈ പോലത്തെ അതുകൊണ്ട് ഒരു വൈറ്റ് കളറിൽ കഴുത്തിന്റെ താഴെ. അതേപോലെ സോക്കി എന്നുള്ള പേര് അതാണ്. സോക്സ് ഉണ്ട്, സോക്സ് പോലെ ആ ഭാഗത്ത് വേറൊരു വൈറ്റ് കളർ, എല്ലാ കാലിന്റെ ഭാഗത്തും ഓറഞ്ച് കളർ പൂച്ച. പക്ഷെ കഴുത്തിലും ചെമ്പൻ പൂച്ച, വൈറ്റ് കളർ, ചെമ്പൻ എന്നല്ല പറയാ, അങ്ങനെ പറയും. കാടൻ പൂച്ചന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 7 വയസ്സ് പ്രായമുണ്ട് ആ പൂച്ചക്ക്. പക്ഷേ പുള്ളി ബേസിക്കലി ഒരു മടിയനായിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു. എവിടെയും ചാടി മറിഞ്ഞ് കയറി ഓടുക അതൊന്നും വളരെ ലെയ്ഡ് ബാക്ക് സ്വഭാവം. അതെ, രാവിലെ കുറച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓടും എന്നല്ലാതെ വേറെ വലിയ താല്പര്യമൊന്നും ഒന്നിനോടും ഇല്ലാത്ത, എവിടെയെങ്കിലും ഇരുത്തി അവിടെ ഇരിക്കുന്ന ഒരു പൂച്ച. ഒന്നും എടുത്ത് കഴിക്കുകയൊന്നുമില്ല, അവന് അതിൻ്റെ കാറ്റ് ഫുഡ് മാത്രം മതി. അങ്ങനെയുള്ള നല്ലൊരു പൂച്ചയായതുകൊണ്ട് നമുക്ക് സഹവാസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഇരുട്ടതൊക്കെ വന്ന് കിടക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ ആളവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെ റൂമിലേക്ക് പിന്നെ അതിനൊരു ടെറിട്ടറി ബൗണ്ടറി വെച്ചതായിട്ട് അതിന് മനസ്സിലായതുകൊണ്ട് കയറാൻ നോക്കാറുമില്ല. ആദ്യമൊക്കെ കയറും. ആദ്യം ഇതൊരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതിനെല്ലാം പരിചയപ്പെടും. അപ്പൊ എല്ലായിടത്തും ഓടിച്ചാടി നടന്നൊക്കെ നോക്കും. പക്ഷെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അത് പരിചയമാവും. അപ്പൊ പിന്നെ ഞാന് ആ ഇടയിലെ റൂമില്
ഒരു മാസം നിന്നിരുന്നല്ലോ. ആ സമയത്ത് ഇവൻ ഇങ്ങനെ വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് കയറുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ആദ്യമൊക്കെ ഓടിച്ചു വിട്ട് പിന്നെ വാതിലടച്ചിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് ആള് ഉള്ളിലേക്ക് കയറലില്ല. സംഭവം പരിപാടി അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് ട്രെയിനിങ് ഉള്ള, മൊത്തത്തിൽ നല്ല സ്വഭാവമുള്ള, അതേസമയം ഭയങ്കര അറ്റാച്ച്മെന്റ്, സാമീപ്യം ആഗ്രഹിക്കുന്ന പൂച്ചയും കൂടി. അതെ അതെ. ഇങ്ങനെ വന്നിട്ട് മുതുക് ഇങ്ങനെ വളച്ച് നിർത്തും. അപ്പൊ ഇങ്ങനെ കൊട്ടണം, അല്ലെങ്കിൽ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കണം. അവരുടെ അടുത്തൊന്നും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇരിക്കും, പുറത്തൊന്നും തട്ടി കൊടുക്കാനാ. അതേപോലെ ആ ഡോറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മേലേക്ക് നോക്കി, ഡോർ തുറന്നു കൊടുത്തിട്ട് പുറത്തേക്ക് പോയി കാറ്റ് കൊള്ളണം, തിരിച്ചു വരും. ആ ടെറസിലേക്കുള്ള ഡോർ. അതെ. പ്രേരണയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. പ്രേരണ ഇടക്ക് ഒരാഴ്ചക്ക് വേറെ സിറ്റിയിൽ പോയി നിൽക്കുമ്പോ ആള് കരയുക, തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ അതിന്റെ ഒരു കുശുമ്പ് കാണിക്കുക. ഭയങ്കര രസമുള്ളൊരു. പിന്നെ അങ്ങനെയാണ് എനിക്കെന്ന് വെച്ചാല് എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റൂല. ഇവര് ഇങ്ങനെ കഥ പറയുമ്പോ സുഖ്യൻ അത് ചെയ്തു ഇത് ചെയ്തു, ഇതിന്റെ ഫോട്ടോ എടുക്കുക. അപ്പൊ നമ്മളൊരു ഇതിന് അതിന്റെ ഒപ്പം നിൽക്കും, ഇങ്ങനെ ഓളത്തിന് അങ്ങനെ നിന്ന് കൊടുക്കും. പക്ഷെ ഇതിപ്പോ ഫോട്ടോ അല്ലേ, ഒരു പൂച്ചന്റെ ഫോട്ടോ അല്ലേ, അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരത്തിലൊക്കെ എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ മൊത്തത്തിൽ അതിനൊരു വ്യക്തിയായിട്ടാണല്ലോ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഇത്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു വ്യക്തിയായിട്ട് കാണുന്നപ്പോ മൃഗങ്ങളെ വ്യക്തിയായിട്ട് കാണുന്നതിനെ കുറിച്ച് ജനറലി ഉള്ളൊരു അങ്ങനെ കാണുന്നത്. കാരണം എൻ്റെ അടിസ്ഥാനപരമായ മനസ്സിലാക്കിയ മൃഗങ്ങൾ മനുഷ്യനെ സെർവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം കുറച്ചുകൂടെ എളുപ്പമാക്കാനും കുറച്ചും കൂടെ മനുഷ്യനെ അസിസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇറച്ചിയായിട്ടാണെങ്കിലും കൃഷി സ്ഥലത്താണെങ്കിലും വൈകാരികപരമായിട്ടുള്ള കൂട്ടിനാണെങ്കിലും ഒക്കെ മനുഷ്യന്റെ സപ്പോർട്ടീവ് ആക്ടറായിട്ടാണ് ഈ ഭൂമിയിൽ മൃഗങ്ങളുള്ളത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കല്. എല്ലാ മൃഗങ്ങളും അല്ല, ഈ ഡൊമസ്റ്റിസിറ്റി കൊണ്ടുവരാൻ കഴിയുന്ന മൃഗങ്ങള്. അതങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം. നമുക്ക് നമ്മുടെ ഫിലോസഫി പറയാലോ. അപ്പൊ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഖലീഫയാണല്ലോ മനുഷ്യന്മാര്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിന്റെ അസിസ്റ്റൻസ് ആണ് ബാക്കി എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മൃഗങ്ങളെ അവർക്കുള്ളത് വകവെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ആ നിലക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒരു നിലക്ക് അവരെ കൂടുതൽ മനുഷ്യന്മാരാക്കുന്നതിലൂടെ നമ്മൾ ഒരു നിലക്ക് അവരെ അവർക്ക് കുറവുള്ള എന്തിനെയോ പൂർണ്ണമാക്കാൻ നോക്കുന്നു. ഇപ്പൊ ഇവരുടെ ഡിബേറ്റ് തന്നെ, ഇവരുടെ ആർഗ്യുമെന്റുകൾ തന്നെ മുന്നോട്ടെടുത്താൽ അല്ല, ഈ ആനിമൽ ലവേഴ്സിന്റെ ആർഗ്യുമെന്റുകൾ ഉണ്ടല്ലോ. ഈ മൃഗങ്ങളെ നമ്മൾ ഒരു അവർക്കുള്ള ഏജൻസി എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം, മൃഗസ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ PhD ചെയ്യുന്നൊരു ജർമ്മൻ ചങ്ങായിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മൃഗങ്ങളുടെ ഏജൻസിയാണ് പുള്ളിയുടെ. ആശുപത്രി വീട്ടിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ റിസർച്ച് ഇതാണ്, മൃഗങ്ങളുടെ ഏജൻസിയാണ് പുള്ളിയുടെ വിഷയം. മൃഗങ്ങൾക്ക് സ്വന്തമായി ഏജൻസി ഉണ്ടോ, അതിനോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ളതാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. അങ്ങനെ അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ ഇതിന് കുറച്ചുകൂടി ഇത് വളരെ നേരത്തെ വന്നിട്ടുള്ള ഡിബേറ്റുകളാണ്. ഇപ്പോൾ ആനിമേറ്റഡ് ഫിലിമുകളിനെ കുറിച്ചൊക്കെ ഉള്ള ആർഗ്യുമെന്റുകളാണ്. അതിലുള്ള കാർട്ടൂണുകളിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ആന്ത്രപ്പോമോർഫിക് ആവുന്നു, സംസാരിക്കുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ വികാരം പ്രകടിപ്പിക്കുന്ന മൃഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു നിലക്ക് അവരുടെ ഒരു ലൈഫിനെ നമ്മൾ കുറച്ച് കാണുകയും അവർക്ക് മനുഷ്യരുടേതായിട്ടുള്ള കൽപ്പിത സ്വഭാവങ്ങളും സവിശേഷതകളും വെച്ചു കൊടുക്കുകയും ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ നിലക്ക് നോക്കുമ്പോൾ അത് ഒരർത്ഥത്തിൽ അവരെ കുറച്ച് കാണിക്കലും, ഇപ്പം ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റിനെ ഫർദർ ചെയ്യുകയാണെങ്കിലുള്ള ഒരു കാര്യം പറയും, ഒരു ഇക്വാലിറ്റി എന്നുള്ള, സ്പീഷീസ് ഇക്വാലിറ്റി എന്നുള്ള ആർഗ്യുമെന്റ് വരികയാണെങ്കിൽ അത് മനുഷ്യ കുഞ്ഞുങ്ങൾ, നമ്മളെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ മൃഗാധിപത്യം വന്നാൽ എന്ന് പറഞ്ഞിട്ട് മലർവാടിയിലൊരു ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഇൻസ്പെക്ടർ, എന്താണ് എന്റെ പേര്, പൂച്ചപ്പോലീസ്, അതേമാതിരിയുള്ള കഥാപാത്രങ്ങളോടെ ജംഗിൾ ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ
എല്ലാതാണല്ലോ കുട്ടികൾക്ക് ബാലസാഹിത്യത്തിൽ ഭയങ്കരമായിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ മൃഗങ്ങളല്ലേ, കരടി അല്ലെങ്കിൽ കൈകൊട്ടുന്ന കുരങ്ങൻ. ഇത് റിലേറ്റബിൾ ആകുന്നത് ഈ മൃഗങ്ങളുടെ രൂപങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പൊ മിക്കി മൗസ് ആയിക്കോട്ടെ, ടോം ആൻഡ് ജെറി ആയിക്കോട്ടെ, കുട്ടികൾ എന്റർടൈൻ ആക്കുന്ന സാധനങ്ങൾ, എന്റർടൈൻമെന്റ് മെറ്റീരിയൽസ് എന്തുകൊണ്ടും മൃഗങ്ങളുടെ ഇത് വെച്ചിട്ട് വരുന്നു എന്നുള്ളൊരു കൗതുകകരമായിട്ടുള്ള ഒരു സാധനമല്ലേ. അത് ശരിയാണല്ലോ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതെന്തുകൊണ്ടാണ് ബാലസാഹിത്യങ്ങൾ, അനിമേഷൻ സിനിമകള് ഇതിലൊക്കെ ഭയങ്കരമായിട്ട് മൃഗങ്ങളുടെ പ്രസൻസ്, മൃഗങ്ങൾ കഥാപാത്രങ്ങളാവുന്ന എന്തുകൊണ്ടാണ്? അത് മനുഷ്യരിലുള്ളൊരു വിശ്വാസം, നിഷ്കളങ്കത എന്നുള്ളൊരു സാധനം മനുഷ്യരിലില്ല. അതുകൊണ്ട് കുട്ടികളുടെ നിഷ്കളങ്കതക്ക് സമാനമായിട്ട് കുട്ടികളോട് സംവദിപ്പിക്കാൻ കഴിയുന്നത് ഈ മൃഗങ്ങളെ മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. മനുഷ്യർ കളങ്കിതരാണ് എന്നുള്ളൊരു ഫാക്റ്റാണ് അതിലുള്ളത്. അത് വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ആലോചനയാണ് ബ്രദർ. കൊള്ളാം. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ കഴിയില്ല. അല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം അത് മാത്രം ആവണമെന്നില്ല, ഇങ്ങനെ ആവാലോ. എന്താ കുറച്ചുകൂടി വേറെ, അതായത് ഇപ്പോൾ പല നിലക്കുള്ള വിഷയങ്ങളുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫണ്ണി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി കോമഡിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യാൻ നേരത്ത് മനുഷ്യന്മാരെ കൊണ്ടുവന്നാൽ ഒന്നല്ലെങ്കിൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ അവരുടെ റേസ് ഇതൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ പല സട്ടിൽ അണ്ടർടോണുകളുള്ള ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ് അവിടെ നടക്കുക. ഒരു ക്ലൗൺ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അത് ഡിസേബിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചില നിലക്ക് ഡിസേബിൾഡ് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും എന്താ ഫിസിക്കൽ ഡിസബിലിറ്റി ആയിട്ട് മെൻ്റൽ ഡിസബിലിറ്റി ആയിട്ട് ആ നിലക്ക് എന്തെങ്കിലും ഒരു ഡിസേബിൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ വേറൊരു നിലക്ക് സോഷ്യൽ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ഒരാളെ വെച്ചിട്ടായിരിക്കും അവിടെ ഒരു ക്ലൗൺ ഫിഗറിന് ഉണ്ടാക്കുക. പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പക്ഷേ മൃഗങ്ങൾ വരുമ്പോൾ അവിടെ ആ വിഷയം ഇല്ല, പല നിലക്കും അതിനെ മറികടക്കാൻ പറ്റും. എന്നാൽ ഇതിൽ മൃഗങ്ങളിൽ തന്നെ സുപ്പീരിയർ മൃഗങ്ങളും ഉണ്ട്, എന്ത് ഇൻഫീരിയർ മൃഗങ്ങളും. സിംഹം അങ്ങനെയാണല്ലോ, കാട്ടിലെ രാജാവ്. സിംഹം രാജാവുകയും എന്നാൽ കഴുത വേറൊരു നിലക്ക് ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള മണ്ടനായ കഴുത. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ സൂത്രന് ചേരൂലുള്ള ഒരു, പക്ഷെ സൂത്രന് ചേരൂലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് നല്ല. ഷേരു കടുവയാണ്, പക്ഷെ ഷേരു മണ്ടനാണ്. രസമുള്ളൊരു സംഗതിയാണ്. ആ നിലക്ക് നോക്കുമ്പോ കുറച്ചുകൂടെ എന്താ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോർട്രയലാണ് സൂത്രനും ചേരും. അതിലൊരു അജഗജനാടുണ്ട്, ഏറ്റവും ഭയങ്കര രസമുള്ളൊരു കഥാപാത്രം. അതേപോലെ മറ്റേ വവ്വാലില്ലേ, അജൻ വേറെ ഗജൻ വേറെ. ഗജൻ ആനയല്ലേ? ഇല്ല, ഇവന്റെ പേര്, ഈ ആടിന്റെ പേര് അജഗജനാട് എന്നാണ്. ഓഹോ. ഈ ഒരു പോയറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഭയങ്കര ഫിലോസഫർ പോയറ്റ്. അതേപോലെ ഒരു വവ്വാലില്ലേ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിന് പേരുണ്ടോ? കരിനാക്കൻ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിരുന്നത്. അതെന്തെങ്കിലും എക്സ്ക്ലമേറ്ററി ആയിട്ട് പറഞ്ഞാൽ അതെന്തായാലും സംഭവിക്കും. അതെ. പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും കൂടുതൽ നമ്മളെ ബാലസാഹിത്യങ്ങൾ നമുക്കൊരു വേറെ തന്നെ വിഷയമാകേണ്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ വർഷങ്ങൾ അതുമ്മ ചുരുണ്ടുകൂടി ഒരു കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാലഭൂമി, ബാലരമ, മലർവാടി, മലമംഗളമാണ് ഡിങ്കന്റെ കളിക്കുടുക്ക. അതെ, കളിക്കുടുക്ക വായിക്കും. പിന്നെ യുറേക്ക് ഉണ്ട്, ഡൈജസ്റ്റ് ഉണ്ട്, കൗമുദീന്റെ എന്തായിരുന്നു, കൗമുദീന്റെ എന്താ എനിക്കറിയില്ല. തത്തമ്മ അറിയില്ലേ? തത്തമ്മ, കുരുന്നുകൾ, സുന്നി പ്രസിദ്ധീകരണമാണ്. അതെ, കുരുന്നുകൾ ഒരു മുസ്ലിം പ്രസിദ്ധീകരണം. പിന്നെ വേറെ ഉണ്ടല്ല, പിന്നെ മറ്റേ ഇംഗ്ലീഷിലുള്ള ഇതില്ലേ, റീഡേഴ്സ് ഡൈജസ്റ്റ്. യുറേക്ക നല്ല സയൻസ്, ഭയങ്കര സയന്റിഫിക് ഇത് ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതേപോലെ ഇതില്ലേ ടോംസിന്റെ ഒരു ലോകം, ഭയങ്കര ഉണ്ണിക്കുട്ടൻ, ബോബനും മോളി. ബോബനും മോളി ഇഷ്ടം പോലെ, എത്ര നൂറുകണക്കിന്
എപ്പിസോഡ് ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. അതിലും ഉണ്ടൊരു പട്ടി. ആ അതില് ബോബനും മോളിയിലൊക്കെ ഒരു പട്ടി. ഒരു കൂടെ എപ്പോഴും ഒരു പട്ടി ഉണ്ടാവും. മൊത്തത്തിൽ ഈ ഒരു ആനിമൽ പ്രസൻസ് ഭയങ്കരമാണ്. ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആവട്ടെ, ചിൽഡ്രൻസ് എന്റർടൈൻമെന്റ് ആവട്ടെ, അതിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ആനിമൽസിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആംഗിൾ, നിങ്ങൾ പറഞ്ഞ ആംഗിളും ഉണ്ട്. അതായത് ഈ നിഷ്കളങ്കതയെ പോർട്രേ ചെയ്യാൻ കുറച്ചുകൂടി നമുക്ക് ക്ലീൻ സ്ലേറ്റ് കിട്ടുന്നത് ആനിമൽ കഥാപാത്രങ്ങളാണ്. അപ്പൊ അവരെ വേറെ രീതിയിലൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് വസ്ത്രം അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പോർട്രയലുകളിലൂടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. പിന്നെ നിഷ്കളങ്കത പോർട്രേ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു റിസ്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ, റെപ്രസെൻറ്റേഷനിലുള്ള ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു റിസ്ക് മനുഷ്യ കഥാപാത്രങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു സാമൂഹികമായിട്ടുള്ള പൊസിഷനുകളിലൂടെ ഉണ്ടാവുന്നത്. അതിനെ മറികടക്കാനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ടെന്നുള്ള. പിന്നെ ഞാൻ ഈ മൃഗാധിപത്യം വന്നാലെന്നുള്ള അവസാന പേജിൽ, ബാലരമേൻ്റെ അവസാനത്തെ പേജ് അല്ലേ, അതിനെക്കുറിച്ചുള്ളൊരു ആലോചന പിന്നീട് വന്നതെന്ന് വെച്ചാൽ, ഇത് ഒരർത്ഥത്തിൽ ഈ ഫാസിസം ഒക്കെ വരുന്നൊരു സമയത്ത്, അല്ല മുന്നേ ഇപ്പം ഇറ്റലിയിലും ഒക്കെ ഫാസിസം ആദ്യമായിട്ട് വന്ന സമയത്ത് കലാകാരന്മാർ ചെയ്തിരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, മൃഗലോകം ഉണ്ടല്ലോ, മൃഗലോകത്തെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മൃഗലോകത്തെ വെച്ചിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ട്. ഇതൊക്കെ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം ഒക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അതായത് ഈ മൃഗങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരുടെ സമൂഹത്തിലും രാഷ്ട്രത്തിലുള്ള അധികാരത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി സേഫായിട്ട്, അല്ലെങ്കിൽ വേറൊരു നിലക്ക് വേറൊരു റിസ്ട്രിക്ഷനും ഇല്ലാതെ, സെൻസർഷിപ്പ് ഇല്ലാതെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ടൂളായിട്ട് ഈ പറയുന്ന ഒരു മൃഗങ്ങളുടെ പോർട്രയൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേവലം ബാലസാഹിത്യം എന്നുള്ള നിലക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള സമീപനങ്ങളും ആനിമൽ പോർട്രയലിൽ ഉണ്ടായിട്ടുണ്ട്. ആനിമൽസിന്റെ ഫിക്ഷണൽ ആയിട്ടുള്ള പോർട്രയലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ആനിമൽ ഫാം ഒക്കെ അതിൽ വലിയ ഉദാഹരണമാണ്. പിന്നെ ഈ മൃഗങ്ങളുടെ പോർട്രയൽ എന്ന് പറയുമ്പം ഇത് ഭയങ്കര വിഷയമാണ്. അതായത് ഇത് കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ട് അതല്ല, ഇത് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഇതുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഡെപിക്ഷനുകൾ എങ്ങനെയാണ് നമ്മളെ ഒരു മെന്റാലിറ്റിയെ സ്വാധീനിക്കുന്നതെന്നും കൂടി ഉണ്ടല്ലോ. ഓരോ മൃഗങ്ങളോടുള്ള നമ്മുടെ ഒരു ആഭിമുഖ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതും ഭയങ്കര പ്രധാനമാണ്. അതെ, അതുപോലെ ഇതിനോടുള്ള പട്ടികളോടുള്ള ഒരു സമീപനത്തെ ഇപ്പോൾ ഉള്ളൊരു മോഡേൺ ലിബറൽ ഡിസ്കോഴ്സിൽ നായ്ക്കൾ എന്ന് പറയുന്നത് അത്രയും ഹ്യൂമൻ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഓക്കെ, ഏറ്റവും മനുഷ്യനായിട്ട് ഏറ്റവും ഇണങ്ങി ജീവിച്ചിട്ടുള്ള ഒരു മൃഗങ്ങളിൽ ഒന്നാണ് പട്ടിയും അതുപോലെ തന്നെ കുതിരയും, സ്കൂബിഡു. അതെ. അപ്പം പക്ഷെ ഇവർ ഇങ്ങനെ പോർട്രേ ചെയ്യുന്നതിലൂടെ അതിന് വളരെ ക്യൂട്ട് ആൻഡ് എന്താ പറയുക, കെയറിങ് ആയിട്ടുള്ള ഒരു ആനിമലായിട്ട് പോർട്രേ ചെയ്യുകയും, അപ്പം മനുഷ്യന്മാർ അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന അതാണ്. അവിടെയാണ് തെരുവ് നായ്ക്കൾ ഒരു അനോമലി ആവുന്നത്. തെരുവ് നായ്ക്കൾ എന്ന് പറയുമ്പോൾ ആരും കെയർ ചെയ്യാനില്ലാത്ത, തെരുവിൽ ജീവിക്കുന്ന, അവിടെയുള്ള വേസ്റ്റ് തിന്ന് ജീവിക്കുന്ന ഒരു വലിയൊരു ആനിമൽ പോപ്പുലേഷനാണ്. അപ്പം അവരെ വെച്ചിട്ട് മറ്റേ വാജിദ് ഇസ്ലാമോഫോബിയ റിസർച്ച് കളക്റ്റീവിൻ്റെ ഒരു ലേഖനം, ഇസ്ലാമോഫോബിയ വാച്ചിലൊരു ലേഖനമുണ്ട്. തെരുവ് നായ്ക്കളെയും മുസ്ലിങ്ങളെ ഉപമിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ ലിഞ്ച് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നല്ലേ, ഒരു ജോസ് മാവേലിയോ എക്കണോമിസ്റ്റ് ആണോ? അല്ലല്ല, ഇയാള് എന്താ വെച്ചാല് ഒരു ഓർഫനേജ് ഒക്കെ നടത്തുന്ന ചങ്ങായിയാണ്. പക്ഷെ ഇയാള് ന്യൂസിലേക്ക് വരുന്നത് പണ്ട് 2015 കാലഘട്ടത്തിലൊക്കെയാണ്. ഇങ്ങനെ ഞാൻ തെരുവ് നായ്ക്കളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് തെരുവ് നായ്ക്കളെ കൊല്ലുക എന്നുള്ള ഇനിഷ്യേറ്റീവായിട്ട് വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ അതിന് വളരെ സിവിൽ ആയിട്ടുള്ള സിവിൽ സമൂഹത്തിൻ്റെ അനുമതി കിട്ടുന്ന ഒരു അക്രമങ്ങളാണല്ലോ അതൊക്കെ. തെരുവ് നായ്ക്കളെ കൊല്ലുക, തെരുവ് നായ്ക്കളെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഒരു സോഷ്യൽ കൺസെൻറ്റ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് എങ്ങനെയാണ് മോബ് ലിഞ്ചിങ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയെ ഫാസിസം ഊട്ടി വളർത്തുന്നത് എന്നുള്ളതൊക്കെ
വേറൊരു നിലക്ക് നോക്കി കാണുന്ന ഒരു ലേഖനമായിരുന്നു അത്. അതെ അതെ അതെ. ഭയങ്കര ഇപ്പൊ പറയുന്ന ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക എന്നുള്ളത് പറയുന്ന ഭയങ്കരമായിട്ട് ഒരു നരേറ്റീവിന്റെ കളി കൂടിയാണല്ലോ. അതെ, ശരിയാണ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് എത്തിപ്പോയി. പെറ്റ്ഷോ പക്ഷോ പക്ഷോ നമ്മള് വളരെ പട്ടിഷോ ഇതിന്റെ ഒരു രാഷ്ട്രീയമായ തലത്തിലേക്കൊക്കെ പെറ്റ് ഷോ എന്ന് പറയുമ്പോഴാണ് ഡോഗ് ഷോകൾ നടക്കാറുണ്ടല്ലോ. ഒരു ഹൈ സൊസൈറ്റീൻ്റെ ഒരു സോഷ്യൽ ഇവന്റ് ആണ് ഈ ഡോഗ് ഷോകൾ നടക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ നാട്ടിലൊക്കെ നടക്കാറുണ്ട്. ഇത് പണ്ട് പോലെ നടക്കുന്ന ഒരു സംഭവമാണ് ഇത്, ഡോഗ് ഷോകൾ. ഈ ആൾക്കാർ അവരവരുടെ പട്ടികളെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ സ്കില്ലുകൾ കാണിക്കുക, ഓരോന്ന് പഠിപ്പിച്ചതും കമാൻഡുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഭയങ്കര യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതിനായിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും എനർജിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. അൾട്ടിമേറ്റ്ലി അതും മനുഷ്യന് സന്തോഷം എന്നുള്ളതാണല്ലോ, പട്ടികൾക്കൊന്നും കിട്ടാനില്ലല്ലോ അതിൽ കൂടെ. അത് നോക്കുമ്പോൾ ഒരുപാട് സ്പോട്ടുകൾ അങ്ങനെയാണല്ലോ. അതെ, ഇപ്പൊ കുതിരയോട്ടായാലും. അതെ അതെ അതെ, അത് ആളുകൾ അതിനെ മറ്റേ തരത്തിൽ മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. മറ്റുള്ളത് ഇപ്പോ ഇറച്ചീന്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ തിന്നരുത് കൊല്ലരുത് എന്നൊക്കെ പറയും. അതേസമയം ഇത് ചെയ്യാത്ത ആളുകളും പട്ടീനെ വെച്ചിട്ട് പെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്റർടൈൻ ഉണ്ടാക്കുന്നതും അവരെ കൂട്ടിനിരുത്തുന്നതൊക്കെ അൾട്ടിമേറ്റ്ലി അതിനോട് എന്തോ ഒരു ഇത് കാണിച്ചു. മനുഷ്യനും അതെ, നമ്മളെ സെൽഫിഷ് നീഡ്സ് ആണ് അതിലൂടെ. അതൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ കുട്ടിയെ വളർത്തുന്ന പോലെയോ ഉള്ള ഒരു സംഭവം അല്ല. എത്രയൊക്കെ പറഞ്ഞാലും അതിങ്ങോട്ട് കുട്ടീനെ പോലെ പിന്നീട് ഒരു തിരിച്ചടി ഉണ്ടാവൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്, ആ ഒരു ഹാർട്ട് ബ്രോക്ക് ഇതിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനോട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡേൺ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ കുട്ടികൾ കുറവും പെറ്റുകൾ കൂടുതലും എന്നുള്ളത് വരുന്നത് ഇതിന്റെ കയ്യിൽ നിന്നൊരു ഹാർട്ട് ബ്രോക്കിംഗ് എക്സ്പീരിയൻസ് ഭാവിയിൽ ഉണ്ടാവാൻ പോണില്ല. എനിക്ക് അങ്ങോട്ട് കുറെ സ്നേഹം കൊടുക്കാം, ഒരു ഫ്രീ ആയിട്ട് കുറെ ഇങ്ങോട്ടും കിട്ടും, കുറച്ച് തിന്നാൻ കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ളൊരു മൊത്തത്തിൽ ലാഭകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ സർക്കസിലെ മൃഗങ്ങള് വേറെ തന്നെ ഒരു ഉത്സവം, ഇതൊക്കെ എക്സ്പ്ലോയിറ്റേറ്റീവിന്റെ ഒക്കെ അങ്ങേറ്റത്തുള്ള വിഷയങ്ങൾ വേറെ തന്നെ. നമ്മള് എക്സ്പ്ലോയിറ്റേഷന് മാത്രം കാണാൻ കഴിയുമെന്നുള്ളതാണ്. ശരിയാണ്, അതിൽ മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവം എക്സ്പ്ലോയിറ്റേഷനാണ്. പക്ഷെ ഒരർത്ഥത്തിൽ ഈ പറയുന്ന സർക്കസ് തന്നെയാണല്ലോ വലിയൊരു ഒരു ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. വേറെ രീതിയിലുള്ള ഒരു സർക്കസ് ആണല്ലോ. അപ്പം അതിനെ ഒരു എന്താ പറയുക, ഈ ഇതൊക്കെ പറയില്ലേ, ഉപമയായിട്ട് എടുത്ത് നമുക്ക് നമ്മുടെ ഒരു നേച്ചറിനെയും ബിഹേവിയറിനെയും കുറിച്ചുള്ള ഒരു നിരീക്ഷണങ്ങളൊക്കെ അതിനകത്തുനിന്ന് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേറെ പോഡ്കാസ്റ്റ് നമ്മൾ ഈ മൈക്ക് ചെക്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അവിയൽ പരുവം തന്നെ ധാരാളം മതി. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ. അതെ, ഒറിജിനൽ റെക്കോർഡിങ് ഞാൻ പറഞ്ഞാൽ ശരിക്കും 55 മിനിറ്റ് 30 സെക്കൻഡാണ് ഒറിജിനൽ റെക്കോർഡിംഗ് ഉള്ളത്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി എഡിറ്റ് ചെയ്ത ഒരു വേർഷൻ ആയിരിക്കും. ഈ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല. അതാണ്. ചിലപ്പോ എനിക്ക് മടി വന്നു ഞാൻ മൊത്തം ഇടൂട്ടാ, അത്രേ ഉള്ളൂ. എഡിറ്റ് ചെയ്യാനും നിൽക്കൂല, അത്രേ ഉള്ളൂ. ശരി, എന്നാൽ അപ്പൊ ശരി, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.